ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ പുതിയ ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഹൈപ്പർസോണിക് ദീർഘദൂര മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് വിജയകരമായി മിസൈൽ പരീക്ഷിച്ചത്. ഇതോടെ ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും കൂടി കടന്നിരിക്കുകയാണ്. വിവിധ പോർമുനകൾ വഹിക്കാവുന്ന 1500 കിലോമീറ്റർ ദൂരശേഷിയുള്ള മിസൈൽ ഇനി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകും. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിൻ്റെയും DRDOയുടെയും വിവിധ ലബോറട്ടറികളുടെയും സഹായത്തോടെയാണ് മിസൈൽ നിർമ്മാണം നടന്നത്. ശബ്ദത്തേക്കാൾ 5 മുതൽ 25 വരെ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന പാളികളിലൂടെയാണ് സാധാരണ ഹൈപ്പർസോണിക് മിസൈലുകൾ സഞ്ചരിക്കുക. മണിക്കൂറിൽ 6200 കിലോമീറ്റർ, അതായത് 3850 മൈൽ വേഗത്തിലാണ് ഈ മിസൈലുകളുടെ സഞ്ചാരം. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഏറെ അകലെ നിന്നു തന്നെ ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാൻ കഴിയും. മിസൈൽ ഗവേഷണ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത നേടാനുള്ള ശ്രമത്തിലാണ്. പുറത്തുനിന്നുള്ള പാശ്ചാത്യ സാങ്കേതിക വിദ്യകളുടെ ഒരു സഹായവുമില്ലാതെയാണ് തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം പ്രതിരോധത്തിനും രാജ്യസുരക്ഷയ്ക്കും മാത്രമല്ല, പ്രതിരോധ വ്യാപാര രംഗത്തും ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുന്നതാണ് ഇത്തരം പുതിയ സാങ്കേതിക വിദ്യക്കുള്ള ആയുധങ്ങളുടെ നിർമ്മാണം. ഹൈപ്പർസോണിക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ പ്രതിരോധ രംഗത്ത് ആകർഷകമാണ്. നിരവധി നേട്ടങ്ങൾ മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് ഹൈപ്പർസോണിക് മിസൈലുകൾക്കുണ്ട്. ക്രിക്കറ്റ് കളിക്കിടെ ബാറ്റ്സ്മാൻമാർ പേടിക്കുന്ന സ്പിൻ ബൗളർമാരെ പോലെയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. അതിവേഗത്തിൽ ദിശ മാറ്റാൻ ഇവക്ക് കഴിയും. അതിനാൽ പ്രതിരോധ രംഗത്ത് ഇവയെ കോബ്രകൾ, അതായത് മൂർഖന്മാർ എന്നും വിളിക്കാറുണ്ട്. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കുന്നത് മൂലം മിസൈലുകളുടെ ആക്രമണം പ്രവചിക്കാൻ പ്രയാസമാണ്. പ്രതിരോധ സംവിധാനങ്ങൾക്ക് പലപ്പോഴും ഹൈപ്പർസോണിക് മിസൈലുകൾ ദുസ്വപ്നമാണ്. ഓർക്കുക, ശബ്ദത്തേക്കാൾ 5 മുതൽ 25 മടങ്ങ് വരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ അതിനേക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യമാണ്. താഴ്ന്ന ഉയരത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലത്തിൽ വരെ പറക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ കണ്ടെത്തുന്നതിൽ റഡാറുകൾ പരാജയപ്പെടുന്നുണ്ട്. റഡാർ ബീമുകൾക്ക് താഴ്ന്ന ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലന സിഗ്നലുകളെ ഫലപ്രദമായി തിരിച്ചറിയാൻ സാധിക്കാറില്ല. റഡാറിന്റെ ആശയക്കുഴപ്പം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേക്കും ഹൈപ്പർസോണിക് മിസൈൽ ലക്ഷ്യം കണ്ടിട്ടുണ്ടാകും. 200 അടി ഉയരത്തിൽ വരെ ഈ മിസൈലുകൾ പറക്കും. മരങ്ങൾക്കും മലകൾക്കും മുകളിലൂടെയുള്ള സഞ്ചാരം റഡാർ നിരീക്ഷണത്തെ ദുർബലപ്പെടുത്തും. ഹൈപ്പർസോണിക് വേഗതയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വളരെ കൂടുതലാണ് താനും. ആഗോളതലത്തിൽ റഷ്യയും ചൈനയുമാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിലുള്ളത്. അമേരിക്ക പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി കൊണ്ടുള്ള രേഖകളൊന്നും ലഭ്യമല്ല താനും. അമേരിക്ക ഇനിയും ഒരുപാട് ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ രംഗത്ത് മുന്നേറാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യ അതിശക്തരായ എണ്ണപ്പെടുന്ന 4 രാജ്യങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. റഷ്യ, ചൈന, അതുപോലെ തന്നെ അമേരിക്ക. ഉണ്ടെങ്കിൽ അമേരിക്ക, ഇങ്ങനെ 4ാമത്തെ ശക്തിയായിക്കൊണ്ട് ഇന്ത്യ കടന്നു വന്നിരിക്കുകയാണ്. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കും ഹൈപ്പർസോണിക് മിസൈലുകൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2002 ആദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ വകുപ്പ് പ്രഖ്യാപിച്ചത്. ഉക്രൈനിലാണ് അവർ മിസൈൽ പ്രയോഗിച്ചത്. ഉക്രൈനിലെ ആയുധ സംഭരണശാല കിൻസാൽ ഏവിയേഷൻ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് തകർത്തുവെന്നാണ് അന്ന് റഷ്യ പ്രഖ്യാപിച്ചത്. 2020 മുതൽ ഇന്ത്യ മിസൈൽ ഗവേഷണത്തിൽ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 35 ദിവസത്തിനിടെ 10 മിസൈലുകൾ പരീക്ഷിച്ച് ലോകരാജ്യങ്ങളെ ഇന്ത്യ ഞെട്ടിച്ചിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ നേട്ടത്തിലെത്തി ഇന്ത്യ നിൽക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് തുടരെയുള്ള മിസൈൽ പരീക്ഷണം. 4 ദിവസത്തിൽ 1 മിസൈൽ എന്ന തോതിലായിരുന്നു ഇത്. 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള നിർഭയ് സബ് സോണിക് ക്രൂയിസ് മിസൈലും ഇന്ത്യ പരീക്ഷിച്ചിരുന്നു. DRDOയുടെ പദ്ധതികളെല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്ന തത്വത്തിലേക്ക് മാറിയെന്നതും പ്രതിരോധ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയാകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. പ്രതിരോധ ബജറ്റിൽ പുറത്തുനിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന് ഭാരിച്ച ചെലവ് ഒഴിവാക്കാനും തദ്ദേശീയ നിർമ്മിത ആയുധങ്ങൾ കൊണ്ട് സാധിക്കും. മറ്റ് രാജ്യങ്ങൾക്ക് ഇവ വിറ്റ് ലാഭമുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയും. ബഹിരാകാശ രംഗത്തെ കുതിപ്പിനൊപ്പം പ്രതിരോധ രംഗത്തേക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. 2020 ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയുടെ ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ രാജ്യം പരീക്ഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ എന്ന ബ്രഹ്മോസിനെ പരിഷ്കരിച്ച പതിപ്പായിരുന്നു അത്. രാത്രിയിൽ വിക്ഷേപിക്കാവുന്ന ഹൈസ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൻ ടാർഗറ്റ്, ലേസർ ഗൈഡഡ് ആന്റി ടാഗ് ഗൈഡഡ് മിസൈൽ, 11 സൂപ്പർ സോണിക് ശൗര്യ മിസൈൽ, സൂപ്പർ സോണിക് മിസൈലായ അസിസ്റ്റന്റഡ് റിലീസ് ഓഫ് ടോർപിഡോ, ആന്റി റേഡിയേഷൻ മിസൈൽ തുടങ്ങി ഇന്ത്യയുടെ ആവനാഴിയിൽ ആയുധങ്ങൾ നിറയുകയാണ്.
ചൈന വൻ ശക്തിയായി പലപ്പോഴും ഭീഷണി ഉയർത്തുമ്പോൾ ഇന്ത്യക്കും പ്രതിരോധ രംഗത്ത് തിളങ്ങേണ്ടി വരും. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ കച്ചവടത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യ, റഷ്യ, ചൈന, ഇറാൻ ഉൾപ്പെടെ പുതുതായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന അച്ചുതണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആയുധ കമ്പോളത്തിൽ ഇടവ് വരുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഓർക്കുക, ഇന്ത്യ വൻ ശക്തിയായി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക പോലെയുള്ള ലോകരാജ്യങ്ങൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതൊന്നും വെറുതെയായിരുന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഹോമി ജെ ബാബയുടെയും അധ്വാനത്തിൻ്റെ തുടർച്ചയുടെ ഫലമായി കൊണ്ടാണ് ഇന്ന് ഇന്ത്യ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ തിളക്കം എന്ന് മനസ്സിലാക്കുക. രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പാശ്ചാത്യ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചു പായുക തന്നെയാണ്. waytonikah.com, the exclusive Muslim matrimonial site.